ചെറുപ്പത്തിൽ ഇങ്ങനെ അല്ലേ ഞണ്ട് പിടിക്കാൻ ഓർമ്മയുണ്ട് എനിക്ക്. മരമ്പത്തും ആ കണ്ണക്കുണ്ടിലും അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ അല്ലേ ഇതുപോലെ കൃഷി ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ ഞണ്ടുകളുടെ കേട്ടോ, വായൽ ഞണ്ടുകൾ. ഇതൊക്കെ പിടിച്ച് നമ്മൾ രസം ഉണ്ടാക്കും. ഇത് കഫക്കെട്ട് അല്ലേ ഞങ്ങളുടെ പരിപാടിക്ക് ഭയങ്കര നല്ലതാണെന്ന് പറയുന്നത്, ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണെന്നാണ് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം നിറയെ ഞണ്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഫുള്ള് ഞണ്ട് അല്ലേ, എല്ലാവരും ഇഷ്ടം പോലെ ഞണ്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ കുറച്ച് ഞണ്ട് പിടിച്ചെന്ന് നല്ല അടിപൊളി രസവും നല്ല നാടൻ ചോറും ഉണ്ടാക്കി കഴിക്കാം അല്ലേ. ആളിന് കണ്ടത് മെല്ലെ ഒളിഞ്ഞിരിക്കണ്ടാ അല്ലേ. ഇത് ഇറുക്കും കേട്ടോ സാധനം. വാവ്, സാധനം കൊള്ളാട്ടാ, വലിപ്പമുണ്ട്. അവിടെ ഇരിക്കട്ടെ. ഈ പോട് കാണുന്നതിലൊക്കെ ഞണ്ടുണ്ടാകും കേട്ടാ. ഇതിനകത്ത് പോയി ഒളിഞ്ഞിരിക്കുന്നത് നമ്മളെ കണ്ടതും സാധനം ഒളിയാണ് കേട്ടാ. ഇതിപ്പോൾ ഇതിനകത്ത് കയറി പോയിട്ട് അതിനകത്തുണ്ട്. കാല് കാണണ്ട അതിനെ ഇതാ. ആളിന് കണ്ടത് ഉള്ളിൽ പോയിട്ട് ഒളിഞ്ഞിരിക്കണം. പക്ഷെ ഞണ്ടുപോട്ടി കഴിയുമ്പോൾ ശ്രദ്ധിക്കണം, പാമ്പുണ്ടെങ്കിലേ ഇതാ സാധനം. ഇനി ലേശം ഒന്ന് കഴുകാം. അടിപൊളി. പിടിച്ചോ അടിക്കൊന്നല്ലേ, പിടിച്ചോ. അതന്നെ കളി സംഭവം. അത് കിറക്കണോ? ഇതിനകത്തും ഒരു ഞണ്ടുണ്ട്, പക്ഷെ ചെറുതാണോ കേട്ടാ. രണ്ട് പോട്ടി പാമ്പുണ്ടായില്ല. എല്ലാ പോട്ടിലും ഉണ്ട് കേട്ടോ. അതാ ചെറുതാണ്ടാ, വളരെ ചെറുതാ അല്ലേ. ഇവൻ ആള് പോയി ജീവിച്ച് അടുത്ത വർഷം നമുക്ക് പിടിക്കട്ടാ. അതെ, ആള് ഭയങ്കര പാച്ചലട്ടാ. ഉണ്ടല്ലേ സംഭവം. ആ വന്ത കിറക്കലേ. നോക്കുക കയ്യിലാ മീനുണ്ടാ കേട്ടാ. മീന് ആളിനെ കാണുമ്പോഴേ ഇങ്ങനെ പതുങ്ങിയിരിക്കണം. അല്ല, അതിന് ജീവിക്കാൻ അടവ് അത് കാണിക്കും. വലുതാണ്, തീർക്കും നല്ലോണം. ഈ പാടത്തിന്റെ മുതലാളിമാരെ ഇത്രയും നടന്നുണ്ടായിട്ടാ. നടന്നൊരു പരുവായി ഭയങ്കര അരിപ്പല്ലേ. പോണ്ടാ പകുതിയാക്കല്ലേ സംഗതി അരിച്ചു പോകട്ടാ. ഫുള്ളായിരിക്കുമ്പളേ ഇനി നല്ലോണം കഴിക്കണം. അത് വെള്ളം കണ്ടപ്പോൾ എന്തായാലും സന്തോഷല്ലേ. 300 കഴിയുന്നു അല്ലേ. ഇത് സാധനമേ ഇറുക്കടേ പൊട്ടി തോന്നൂട്ടാ. കൈ നോക്കിയാ ഇതാ ഇറുക്കിൻ്റെ. അങ്ങനെ നല്ല പിടുത്തം പിടിക്കുന്നുട്ടാ. അപ്പോൾ നല്ല വെള്ളം കൊണ്ട് പുഷാറായി. നമുക്ക് ഞണ്ട് സാധാരണ ഞണ്ട് പോലെ തന്നെ കാലുകൾ വേറെ. ഇതിൽ ഈ സാധനം കളയാനുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഓട് നമുക്ക് വേണം കേട്ടോ. കൂട് ഇതുകൊണ്ടത്തെ ഈ എയർ ഓക്സിജൻ്റെ സാധനങ്ങൾ. ഓക്കെ, പണ്ടേ അമ്മമാരുണ്ടായി തരുമ്പോൾ തിന്നാൻ നല്ല സുഖമാണ് അല്ലേ. ഇപ്പം നമ്മൾ പണി ചിലത് ഭയങ്കര വില കേട്ടാ അല്ലേ. സാധനത്തിന് ഉണ്ടെങ്കിലും നല്ല വില ഉണ്ട്. ഇതാണ് അതിൻ്റെ ഫിൽറ്റർ.
അല്ല ഫിൽറ്റർ വലിച്ചു കളയാം. സമയം പോണെന്ന് അറിയില്ല കേട്ടാ അല്ലേ. അങ്ങനെ ഒരു തീരുമാനമായി. കഴുകി എടുക്കല്ലേ. അടിപൊളി. പൊളിച്ചതായില്ലേ. അതും കറിക്കില്ല അല്ലേ. കുറച്ച് കടിക്കേ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലേ. മൺചട്ടി മാത്രം ഇങ്ങനെ എണ്ണ ഇങ്ങനെ തിളക്കുള്ളൂ കേട്ടാ. ഉലുവിട അല്ലേ. കുറച്ച് ഉലുവ നന്നായി പൊട്ടാട്ടാ. കുറച്ച് കടുകില്ല, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി കാച്ചി. ഇനി കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളിലാണ് ഇതിൻ്റെ സകല പരിപാടികൾ. നന്നായി വെക്കാം. ആയില്ലേ. കുറച്ച് പച്ചമുളക് കൊടുക്കാം, കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണേ. അല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അല്ലേ, കുറച്ച് മുളക് പൊടി ഇട്ടതാ, കുറച്ച് ഞണ്ടിട്ട് കൊടുക്കാം അല്ലേ. ഇത് കടിക്കാനുള്ളതാണ്. കുറച്ച് ശുദ്ധമായ വെള്ളം ഒന്നാമത് കഴിച്ചാൽ മതി. ഇനി നമുക്ക് ഞണ്ട് വെള്ളം ഇല്ല. ഇനി അത് ചാച്ചടക്കി നല്ലോണം ചാതണം കേട്ടോ. ഇതിന് കൂടുതൽ നിനക്കറിയോ ഇതിനെ? ഇതാണ് സാധനം. ഈ സാധനം എന്താണെന്നറിയോ? ഇതാണ് പായ ഉണ്ടാക്കണ പുല്ലിട്ടാ. ഇതിന് നമ്മുടെ നാട്ടിൽ എന്താ പറയുക? ചേങ്ങോല്ലേ. ചേങ്ങോൽ എന്ന് പറയാം കേട്ടോ. ഇതിനെ ശരിക്കും ഇങ്ങനെ അടർത്തിയിട്ട് ഇത് പിടിക്ക്. ഇതിങ്ങനെ ഇതാ ഇങ്ങനെ പീസാക്കിയിട്ട് അല്ലേ, ഇങ്ങനെ ഇതിന് ഉണക്കി ഇതിന് പായാക്കി എടുക്കണം. നമ്മളെ ഈ പച്ചക്കറി കരിയുമ്പോൾ കണ്ടൊരു പായില്ലേ, ആ പായിൻ്റെ അതാ ഒരു നമ്മുടെ നാട്ടിൽ പായ നെയ്യുന്ന ആളുകളുണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ അവരൊക്കെ അത് നിർത്തിയിട്ടത് അങ്ങനെ പൊളിക്കും ഈ സാധനത്തിന്. ഇത് പറിക്കാൻ ആളുകൾ ഇപ്പോൾ വരൂലേ. അപ്പോൾ ഇതാണ് ആ നമ്മൾ കിടക്കുന്ന നാടൻ പായിൻ്റെ പുല്ല്, ചേങ്ങോൽ എന്ന് പറയും. ചേങ്ങോൽ നല്ല മഴ ഇടിയ ബേബി ഇപ്പോൾ ഇരിക്കുന്നു. നല്ല ചായ മതിയില്ലേ. മതി. ബ്ലേഡ് പോലെ കേട്ടാ. ഇനി പിഴിഞ്ഞെടുക്കാനെ എല്ലാതും കൂടെ പോണില്ലേ. ശരിക്കും കൊഴുപ്പ് പോലെ അല്ലേ, ഭയങ്കര കട്ടിയാണ്. മതി. എന്തായാലും ചണ്ടിയില്ലേ. ഒഴിക്കട്ടെ. ഇനി തെളി വെള്ളം തന്നെ ഇത് ഒഴിക്കാനും പാടില്ല കേട്ടോ. തെളി സാധനം മാത്രമേ പോകാൻ പാടുള്ളൂ കേട്ടോ. പാകത്തിന് ഉപ്പ്, അവിടെ ഇരിക്കട്ടെ. ഒന്നുകൂടെ നല്ലോണം തിളക്കട്ടെ. തിളച്ചോരാ. ഇത് കുറച്ച് പേരും ജീരകം അല്ലേ. എന്താണ് മെയിൻ സാധനങ്ങൾ. ജീരകപ്പൊടി, ഇതിന് മെയിൻ സാധനം. ഇതിന് അല്പം കൂടുതൽ കിട്ടത് കുരുമുളക്. ഇനി അവസാനം കുറച്ച് മല്ലിയില അല്ലേ. ഇത് ഓപ്ഷനിലാണ്. നമ്മൾ മല്ലിയില ഇതാണ് കഴിക്കില്ല. കൊതാണ്. ഇത്തിരി അരച്ച് വയ്ക്കും. നല്ല മൺചട്ടിൻ്റെ മണം കേട്ടാ. ആഹാ എന്താ ചൂട്. രസത്തിൻ്റെ അതന്നെ കളി അല്ലേ. ഞണ്ട് കറി കഴിക്കുമ്പോൾ മറ്റു കറികളൊന്നും പാടില്ല. ഇത് സംഭവം ഞണ്ടിന് മണമൊന്നുമില്ലല്ലേ. അല്ലേ, നല്ല ടേസ്റ്റ് പറഞ്ഞാൽ. അതിലൊന്നുമില്ല കേട്ടോ, എന്നാലും ടേസ്റ്റ് കേട്ടാ.
ഒരു രക്ഷയില്ല. ജിത്തു എങ്ങനെയുണ്ട്? സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ? ഞണ്ട് രസം. ഇതാണ് നാടൻ വായൽ ഞണ്ട്. ഇത് ശരിക്കും ഈ മഴക്കാലത്ത് അല്ലേ, മഴക്കാലത്ത് മാത്രമേ ഇത് കിട്ടുള്ളൂ. ഒരു സീസണിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോഴാണ് കഴിക്കേണ്ടത്. അപ്പോഴാണ് കഴിക്കേണ്ടത്. അപ്പോഴാണ് കഴിക്കുന്നത്. ഞണ്ട് രസം കഴിക്കുമ്പോൾ വേറെ കഴിക്കാൻ പാടില്ല പറയും. അതുകൊണ്ടാണ് നമ്മൾ വേറെ കറികളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കാത്ത ഉള്ളി പപ്പടം മാത്രം. കഴിക്കുന്നത് കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? ആ മൺചട്ടി വെച്ച ചോറും ഏ ആ മൺചട്ടി വെച്ച കറിയും കേട്ടാ ഒരു 30 കൊല്ലം പുറകിലോട്ട് പോയോ എന്നൊരു സംശയം അല്ലേ? ആ മണം, ആ രുചി. ഞണ്ട് കുറച്ചുകൂടി വാങ്ങി തന്നിട്ട് തിരിച്ചേ. ആ നന്നായി ചവച്ച ഇറക്കാം, അല്ലെങ്കിൽ ചവച്ചൻ്റെ നീര് മുഴുവൻ എടുത്തിട്ട് കുത്തി കാണും തോടില്ലേ. അങ്ങനെ എന്തായാലും ഒരു രക്ഷയില്ലേട്ടാ. അതേപോലെ ലൈറ്റ് ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് മഴയും വരണം അല്ലേ? മഴയൊന്നും കണക്കാക്കില്ല കേട്ടാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലേക്ക് കൂടി എന്നെ വിളിച്ച് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചത്. പിന്നെ ഈ ഞണ്ട് രസം പല രീതിയിൽ ഉണ്ടാക്കാം അല്ലേ? ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ എന്തായാലും എന്തെങ്കിലും നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.